നമസ്കാരം. ദൈനംദിന ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അമരുമോ എന്ന ആശങ്കയിലാണ് രാജ്യം. സമാനതകളില്ലാത്ത ഇന്ധന വില വർധനയ്ക്ക് പിന്നാലെ കൽക്കരി ക്ഷാമവും കൂടി രൂക്ഷമാവുകയാണ്. പല സംസ്ഥാനങ്ങളും വൈദ്യുതി ലഭ്യതക്കുറവ് മൂലം പവർ കട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ പവർ കട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. താപവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള ലഭ്യതക്കുറവാണ് പ്രധാന പ്രശ്നം. കേരളത്തിലെയും സ്ഥിതി സങ്കീർണമാണ് എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ്. രാജ്യം ഇരുട്ടിലാകുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും ഒരു പ്രശ്നവുമില്ല എന്നും വസ്തുതാവിരുദ്ധമായ ആശങ്കകളും വാർത്തകളുമാണ് പ്രചരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതിനിടയിലാണ് ഇന്ധനവില വർധന. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ബാധിക്കാൻ ശേഷിയുള്ള ഡീസൽ വില അതിന്റെ 100 രൂപയ്ക്ക് അപ്പുറം എന്ന റെക്കോർഡ് വിലയിൽ എത്തി നിൽക്കുന്നു. ഒരു ചോദ്യവും ഉയരുന്നില്ല, ഒരു ഉത്തരവും ഒരു വിശദീകരണവും എവിടെ നിന്നും വരുന്നുമില്ല. ജനജീവിതം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുർഘടാവസ്ഥയിലാണോ? ഇതിന് എന്താണ് ഒരു പരിഹാരം? സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക്. എന്നോടൊപ്പം ശ്രീ BG വിഷ്ണു BJP യിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ KS അരുൺകുമാർ CPIM ൽ നിന്ന്, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രതിനിധി, ശ്രീ BA പ്രകാശ് സാമ്പത്തിക വിദഗ്ധൻ എന്നിവരാണ്. ആദ്യം ശ്രീ വിഷ്ണു, രാജ്യത്ത് കൽക്കരി ക്ഷാമമുണ്ട് എന്നതിന്റെ തെളിവാണ് നിരവധി കൽക്കരി നിലയങ്ങൾ, 16 താപനിലയങ്ങൾ കൽക്കരി പൂർണ്ണമായും നിന്നു എന്നതിന്റെ പേരിൽ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നത്. ഏതാണ്ട് 17,475 മെഗാവാട്ട് നിർമ്മാണം, വൈദ്യുതി ഉൽപാദനമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ, ഏറ്റവും കുറഞ്ഞത് 7 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ പവർ കട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടുതൽ സംസ്ഥാനങ്ങൾ പവർ കട്ട് വരും എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ടും ഒരു പ്രതിസന്ധിയുമില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വിശദീകരിക്കാമോ ആദ്യം? രാജ്യത്ത് കൽക്കരിയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രതിസന്ധിയും ഇല്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് തന്നെ വിശ്വാസമെടുക്കാം. ഒരു സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതി വിഹിതത്തിലും കേന്ദ്ര പൂളിൽ നിന്നും യാതൊരുവിധ കുറവും വരുന്നിട്ടില്ല. അതുമാത്രമല്ല, തെറ്റായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു അസ്വസ്ഥത പടർത്താനാണ് പലരും ശ്രമിക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കുന്നത്, ഡൽഹിയിൽ അവരുടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിന്റെ പുറത്താണ് അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. അല്ലാതെ യാതൊരു വിധത്തിലുള്ള പിന്നെയുള്ളത് സ്വാഭാവികമായി ഈ മാസങ്ങളിൽ, അതായത് നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മഴയുണ്ടാകുമ്പോൾ കൽക്കരി പാടങ്ങളിൽ വെള്ളം കയറുകയും തുടർന്ന് കേന്ദ്രം ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. അത് കൃത്യമായി ഇവിടെ നടക്കുന്നു. അത് സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് സ്റ്റോക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രതിസന്ധി ഇല്ലാത്തത് ഉള്ള സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ട്, രാജ്യം മുഴുവൻ ഇരുട്ടിലേക്ക് പോകുന്നു എന്ന് സർക്കാരിനെതിരായ വാർത്തകൾ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. അല്ലാതെ യാതൊരുവിധ പ്രതിസന്ധി. ഇന്ന് കേരളത്തിന്റെ വൈദ്യുത മന്ത്രിയും പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വൈദ്യുതി യാതൊരുവിധ പ്രശ്നവുമില്ല, പക്ഷേ ഞങ്ങൾ പവർ ഷെഡിങ്ങിനെ കുറിച്ച് ഭാവിയിൽ ആലോചിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നിലവിലൊരു പ്രശ്നവുമില്ല. അത് ഓരോ ആഴ്ചയും കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പ്രശ്നം? അപ്പൊ ഇല്ലാത്ത പ്രശ്നത്തെ പർവ്വതീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മേൽ രാജ്യത്ത് ഒരു കാലത്തും ഇല്ലാത്ത ഊർജ്ജ പ്രതിസന്ധി ഉണ്ടെന്ന് ഒരു വാർത്തയും പ്രതീതിയും സൃഷ്ടിക്കാനാണ് മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, 16 താപനിലയങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മാണം നിർത്തിയത്? അവിടെ കൽക്കരി ഇല്ലാത്തതുകൊണ്ട് നിർമ്മാണം നടക്കുന്നില്ല, വൈദ്യുതോൽപാദനം നടക്കുന്നില്ല എന്നാണ് അവരറിയിക്കുന്ന ഒരു കാര്യം. അതായത് 16 താപനിലയങ്ങളിൽ വൈദ്യുതോൽപാദനമില്ല, 45 നിലയങ്ങളിൽ 2 ദിവസത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം. 2, അര ഡസനോളം സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ പവർ കട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി ഉണ്ട് എന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഒരു അടിസ്ഥാനവുമില്ലാത്ത പ്രചാരണമാണ് ഇതെങ്കിൽ എന്തുകൊണ്ടാണ് കരണ്ട് കിട്ടാത്തത്? ഏത് സംസ്ഥാനമാണ് തങ്ങൾ വൈദ്യുത പവർ ഷെഡിംഗ് നടത്തിയെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഒരു സംസ്ഥാനം ഇതുവരെ പ്രഖ്യാപിച്ചതായിട്ട് 4 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ വൈദ്യുതി പോകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ ഉത്തർപ്രദേശുണ്ട്, തമിഴ്നാടുണ്ട്, ബീഹാറുണ്ട്, രാജസ്ഥാനുണ്ട്, ഗുജറാത്തുണ്ട്, കർണാടകയുണ്ട്. ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെയും തന്നെ വൈദ്യുതി ഇപ്പോൾ വലിയ ലഭ്യതക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പ്രഖ്യാപിതമായോ അപ്രഖ്യാപിതമായോ അവരുടെ വൈദ്യുതി വിതരണത്തിൽ വലിയ മുടക്കം അനുഭവപ്പെടുന്നുണ്ട്. കേന്ദ്ര ഊർജ്ജ മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്ക് ആർക്കെങ്കിലും വൈദ്യുതി ആവശ്യമാണെങ്കിൽ തങ്ങൾക്ക് ലെറ്റർ എഴുതിയാൽ മാത്രം മതി, തങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി കേന്ദ്ര പൂളിൽ നിന്ന് ലഭ്യമാകുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ വൈദ്യുത പ്രതിസന്ധി ഇപ്പോൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്ത് കൽക്കരിയുടെ ഏതെങ്കിലും ഈ മഴവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ കുറവുണ്ടായത് വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് സർക്കാർ അത് പരിഹരിക്കുന്നുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുന്ന വൈദ്യുതി എടുത്താൽ നിയന്ത്രണം വേണ്ടി വരും എന്ന് മന്ത്രി പറഞ്ഞ കാര്യം താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചുവല്ലോ.
അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയിൽ 300 മെഗാവാട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, റൊട്ടീനായിട്ട് ചിലപ്പോൾ നൽകുന്നത് കുറയുകയും പിന്നീട് അത് കൂടുതൽ നൽകുകയൊക്കെ ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും നടക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു കാര്യമേ നടന്നിട്ടുള്ളൂ. അല്ലാതെ കേരളത്തിൽ യാതൊരുവിധ വൈദ്യുതി പ്രതിസന്ധിയുമില്ല. ആകെയുള്ളതിന്റെ 70% കേന്ദ്ര മറ്റ് പൂളുകളിൽ നിന്നും 30% സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള. അതിപ്പോഴും കൃത്യമായി സംസ്ഥാനത്തിന്റെ കൈവശമുണ്ട്. സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്ക് വേണ്ട എല്ലാ വൈദ്യുതി ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രതിസന്ധിയൊന്നുമില്ല. പിന്നീടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുമ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഒന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ സംസ്ഥാനത്ത് യാതൊരുവിധ വൈദ്യുത പ്രതിസന്ധിയുമില്ല. ഇതാണ് ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഞങ്ങളുടെ സംസ്ഥാനത്ത് കടുത്ത ഊർജ്ജ പ്രതിസന്ധിയാണ്, പരിഹരിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നു. അതെന്തിനാവും? അല്ല, അതുപോലെ കേന്ദ്രമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ വൈദ്യുതി നൽകുന്നത് കേന്ദ്രം മാത്രമല്ല സംസ്ഥാനത്തുമുണ്ട്. ഇപ്പൊ കേരളത്തിലെ 30% കുറവുണ്ടായാൽ അത് അടുത്ത കേന്ദ്രം പരിഹരിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള മാർഗം സംസ്ഥാനം അവലംബിക്കുകയോ ചെയ്യും. ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിഷയവും ഉണ്ടെങ്കിൽ, ഞാനത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. അതിൽ സംശയമൊന്നുമില്ല. അപ്പോ നിലവിൽ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള താപവൈദ്യുത നിലയങ്ങൾ നിർമ്മാണം നിർത്തിയിട്ടില്ല, കൽക്കരി ഇല്ലാത്തത് കൊണ്ട് എന്നാണ് വിഷ്ണു ഇതുവരെ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, രാജ്യത്ത് ഇതുവരെ കൽക്കരിയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഊർജ്ജ പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് വിഷ്ണു 16 താപനിലയങ്ങൾ ഇവിടെ ഉൽപാദനം നിർത്തിയിട്ടില്ല എന്നാണ് വിഷ്ണു മനസ്സിലാക്കുന്നത്. കൽക്കരി ഇല്ലാത്തതിന്റെ പേരിൽ ഒരു താപനിലയവും പൂട്ടിയിട്ടില്ല. കൽക്കരി എല്ലാവർക്കും കൃത്യമായി നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ. അതിൽ യാതൊരു കുറവും വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഉപഭോഗത്തിൽ ഈ പറഞ്ഞതുപോലെ കൽക്കരി പാടങ്ങളിൽ നിന്ന് ശേഖരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് ഈ സമയങ്ങളിൽ നേരത്തെ പറഞ്ഞല്ലോ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ സ്വാഭാവികമായി ഈ കുറവുണ്ടാകാറുണ്ട്. മഴ കാരണവും മറ്റു പ്രകൃതിയിലെ സാഹചര്യങ്ങളുണ്ട്. അത് കേന്ദ്ര സർക്കാർ എല്ലാ കാലഘട്ടത്തിലും ഇറക്കുമതി മഴ കൊണ്ട് ഒപ്പം തന്നെ കോവിഡാനന്തര കാലത്തെ വലിയ ഉപയോഗം കൊണ്ട് കൽക്കരിക്ക് ഒന്നാമത് ഉപയോഗം കൂടിയിട്ടുണ്ട്, 2 ഉൽപാദനം കുറവുമുണ്ട് എന്ന പ്രശ്നമുണ്ടെന്ന് വിഷ്ണു അംഗീകരിക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ടല്ലോ അത് എല്ലാ വർഷവും മഴക്കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴത്തേക്കും കേന്ദ്രം മറ്റു വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് അത് പരിഹരിക്കുകയാണ് പതിവുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത്. അല്ലാതെ രാജ്യത്ത് വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് എന്ന വിവരം പുറത്തുവരികയാണ്. വിവിധ സംസ്ഥാനങ്ങൾ തങ്ങളുടെ പ്രതിസന്ധി വ്യക്തമാക്കി കഴിഞ്ഞു. പല സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ കത്തയച്ചു കഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ പവർ കട്ട് പ്രഖ്യാപിച്ചു, പലയിടത്തും പവർ കട്ട് നടപ്പിലാക്കി തുടങ്ങി. എന്നിട്ടും ബിജെപിയുടെ കേന്ദ്രമന്ത്രി മുതൽ ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹികൾപ്പെട്ട ശ്രീ വിഷ്ണുവിന് വരെ ഈ നാട്ടിൽ ഒരു പ്രതിസന്ധിയും ഇല്ല എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയായിരിക്കും? ഒരു സാമൂഹ്യ യാഥാർത്ഥ്യവും മനസ്സിലാക്കാതെയാണ് ബിജെപിയുടെ പ്രതിനിധി ഈ ചാനൽ ചർച്ചയിൽ വന്ന് കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച ഇവിടെ നടക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാരുടെ ഊർജ്ജ തലത്തിലുള്ള സബ് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം പോകുന്നത് എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചിട്ടാണ് ഊർജ്ജ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര മന്ത്രിമാരുടെ സബ് കമ്മിറ്റി യോഗം ചേരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു വലിയ പ്രതിസന്ധിയിലേക്ക് തങ്ങളുടെ സംസ്ഥാനങ്ങൾ പോവുകയാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്ന്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 താപനിലയങ്ങൾ പ്രവർത്തനം അവസാനിപ്പിച്ചു. 45 താപനിലയങ്ങൾ പ്രവർത്തിക്കാൻ ഒരു ദിവസത്തെ കൽക്കരി മാത്രമാണ് ബാക്കി. ആകെ 135-ൽ 61 താപനിലയങ്ങളുടെ അവസ്ഥയാണിത്. ബാക്കി വരുന്ന 70ഓളം വരുന്ന താപനിലയങ്ങൾ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഇപ്പോ മിസ്റ്റർ വിഷ്ണു പറഞ്ഞല്ലോ, കൽക്കരി ആവശ്യമുള്ളിടത്ത് കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും. അത് സാധിക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇത് മുഴുവൻ സ്വകാര്യവൽക്കരിച്ച് പ്രൈവറ്റൈസേഷൻ പൂർത്തീകരിച്ച് സ്വകാര്യ വ്യക്തികളെയും കമ്പനികളെയും ഏൽപ്പിച്ചല്ലോ. ഇവർ ഉൽപാദനം നിർത്തിവെച്ചു. പല കാരണത്താൽ അവരുടെ ഉൽപാദനം പഴയ പോലെ നടക്കുന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. 2ാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്തരത്തിലുള്ള കൽക്കരി പാടങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്ന തീരുമാനം ആദ്യം വന്നത്. അതിനുശേഷം ഇത് സുപ്രീം കോടതി ഇടപെടുകയും സ്റ്റേ സമ്പാദിക്കുകയും കുറച്ച് ലീഗൽ പ്രൊസീഡിംഗ്സിലൂടെ കടന്നുപോയി. BJP അധികാരത്തിൽ വന്നപ്പോൾ ഈ കൽക്കരി പാടങ്ങളെല്ലാം പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്കറിയാം, കൽക്കരി ഉൽപാദനത്തിന്റെയും ശേഖരത്തിന്റെയും കാര്യത്തിൽ ലോകത്തിൽ 4ാം സ്ഥാനമുള്ള രാജ്യമാണ് നമ്മുടേത്. അതുപോലെ കൽക്കരി ഇറക്കുമതി ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്താണ് നമ്മൾ. പക്ഷേ 22 ദിവസത്തേക്കുള്ള ഉൽപാദനത്തിലുള്ള കൽക്കരി ഓരോ താപനിലയങ്ങളിലും സ്റ്റോക്ക് ചെയ്യണം എന്നതാണ് നിയമം. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ 13 ദിവസം മാത്രമാണ് ഉൽപാദനത്തിലുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്നത്.
സെപ്റ്റംബർ മാസമായപ്പോഴേക്കും ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം മുൻ വർഷങ്ങളിൽ ഇതേ സമയത്തുണ്ടായ സ്റ്റോക്കിന്റെ 76% കുറവാണ്. അതായത് 24% സ്റ്റോക്കുള്ളൂ എന്ന് ഗവൺമെന്റിന്റെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് തന്നെയുള്ള കണക്കുകളാണ്. ഈ ഒക്ടോബർ മാസം ഇങ്ങനെ പോയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വൈദ്യുതി ഉൽപാദനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് വരും. വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ രാജ്യം പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇത് കൽക്കരിയെ മാത്രം നോക്കി നമുക്ക് കാണാൻ കഴിയില്ല. കോവിഡ് കാലത്ത് ഓക്സിജന്റെ ക്ഷാമം ഉണ്ടാകുമെന്ന് WHO-വും ഐക്യരാഷ്ട്രസഭയും മുൻകരുതൽ നൽകി. അന്ന് നമ്മൾ എന്താ പറഞ്ഞ, ഇവിടെ ഓക്സിജൻ എക്സസ് ആണ്, മറ്റു രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാനുള്ള ശേഷിയുണ്ട്, കോവിഡിനെ നേരിട്ട രാജ്യമാണ് നമ്മുടേതെന്ന് പറഞ്ഞു. പെട്രോളും ഡീസലിന്റെയും വിലവർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും താക്കീതുകളുമെല്ലാം ഇവിടെ പല രൂപത്തിൽ കിട്ടുമ്പോൾ അതിനെല്ലാം തള്ളി പറഞ്ഞു. 2014 50 രൂപയിൽ താഴെ പെട്രോളും ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ഇപ്പോൾ 107 രൂപയും 105 രൂപയുമായി. ഇന്ത്യയും പാകിസ്ഥാന്റെയും അതിർത്തിയുള്ള ഗുജറാത്തിൽ ഗംഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 109 രൂപയാണ് പെട്രോളിന്റെ വില. ഒന്ന് ആലോചിച്ച് നോക്ക്, കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം പോവുകയല്ലേ. 2 വീലർ ഉപയോഗിക്കുന്ന അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർ, 3 വീലർ ഉപയോഗിച്ചുകൊണ്ട് കുടുംബം പോറ്റുന്നവർ, അതുപോലെ തന്നെ ഡീസൽ മോട്ടോറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർ, ഡീസൽ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ഇറക്കുന്ന ലക്ഷക്കണക്കിന് കർഷകർ, അതുപോലെ വിമാനയാത്ര വരെ, തീവണ്ടി യാത്ര വരെ, ഗതാഗത മേഖലയിലെല്ലാം വർധനവ്. കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം പോകുന്നതിന്റെ തുടർച്ചയായിട്ടാണ് കൽക്കരി മേഖലയിൽ ഈ പ്രതിസന്ധിയെ കാണേണ്ടത്. ഒന്ന് ഓക്സിജന്റെ ക്ഷാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വില വർധനവ്, ഇപ്പോൾ കൽക്കരി. ഊർജ്ജ മേഖല നമുക്കറിയാം, വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് അത് ദേശസാൽക്കരിച്ചത്, ഗവൺമെന്റ് മേഖലയിലേക്കാക്കി മാറ്റിയത്, ഗവൺമെന്റ് കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ ദേശസാൽക്കരിച്ച കാര്യങ്ങളെല്ലാം സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി പ്രൈവറ്റ് മേഖലയിലേക്ക് കൊടുത്തതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിച്ചു വരുന്നതിന്റെ ആദ്യഘട്ടമാണിത്. ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമായി മാറും. പ്രൈവറ്റൈസേഷനെതിരെ ഈ രാജ്യത്ത് വളർന്നു വരുന്ന നിരവധി സമര പോരാട്ടങ്ങൾ, അതിന്റെ ഏറ്റവും റെസ്പോൺസിബിളായി പെരുമാറുന്നുണ്ടെന്ന വിമർശനം കൂടി അതിനകത്തുണ്ട്. MK ഹരിദാസ്, നോക്കൂ, ഇവിടെ ഇന്ധനവില വർധന ഈ നിലയ്ക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നിയന്ത്രണവും അതിനില്ല. അത് ഏതൊക്കെ നിലയിലാണ് സമൂഹത്തിൽ അപകടമുണ്ടാക്കുന്നത് എന്നറിയാത്തവരല്ല നാട് ഭരിക്കുന്നത്. പക്ഷെ അത് അവരുടെ ഒരു പരിഗണനാ വിഷയമല്ല ഒരു ഘട്ടത്തിലും. സംസ്ഥാനങ്ങളിൽ പലയിടത്തും വൈദ്യുതി മുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്, സൂററ്റിലെ ടെക്സ്റ്റൈൽ ഷോപ്പ് നിർമ്മാണ ഫാക്ടറികൾ പലതും 1 മാസത്തേക്കെന്ന പേരിൽ പൂട്ടിയിടാൻ ആലോചിക്കുന്നു. ചിലതൊക്കെ പൂട്ടിയെന്നാണ് വൈദ്യുതിയുടെ സപ്ലൈ ഇഷ്യൂ കൊണ്ട്. അപ്പൊ ആ നിലയ്ക്ക് കാര്യങ്ങൾ പ്രശ്നമായിട്ടും ഇവിടെ ഒന്നുമില്ല എന്നും ഇത് സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയാണെന്നും രാജ്യത്തിനെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നിൽക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം എല്ലാ ജീവിത പ്രതിസന്ധികളോടും ഒരേ നിലവാരത്തിലുള്ള പ്രതികരണമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ സീരിയസ് ആയ വിഷയങ്ങളൊന്നും ഉന്നയിച്ചാൽ അത് ഗവൺമെന്റിനെ തകർക്കാൻ, രാജ്യത്തെ തകർക്കാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരിടും എന്നതാണ് കഥ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്നത്തെ ഒരു സ്ഥിതി അവരുടെ എന്താണെന്ന് ചോദിച്ചാൽ, നാക്ക് കൊണ്ടിട്ട കെട്ട് പല്ലുകൊണ്ട് അഴിക്കാൻ ശ്രമിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അത്തരമൊരവസ്ഥയിലാണ് ഇന്നത്തെ ഇന്ത്യക്കാർ. ശ്രീ വിഷ്ണു, ഇത്തരം ഒരു ചർച്ചയ്ക്കൊക്കെ വരുമ്പോൾ ഈ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? നോട്ട് നിരോധനം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഒരു 50 ദിവസം തരൂ, 50 ദിൻ മേരക്കോ ദേദോ, 50 ദിവസത്തിനുള്ളിൽ ഇവിടെ തേനും പാലും ഒഴുക്കാമെന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരു പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ ഒരു അംഗമാണ് താങ്കൾ. അപ്പൊ താങ്കളെ പോലുള്ള ചെറുപ്പക്കാർ ഇത്തരം ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും ഇന്നത്തെ റെഫറൻസുകളൊക്കെ നോക്കുക, മാധ്യമങ്ങളെ ശ്രദ്ധിക്കുക. ഒന്നും വേണ്ട, നമുക്ക് ഗൂഗിളിൽ തെരഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ 16 താപവൈദ്യുത നിലയങ്ങൾ പൂട്ടിയ കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ? ഇങ്ങനത്തെ ചർച്ചയ്ക്ക് വന്നിട്ട് ഒപ്പം ഇരിക്കുന്നവരെ തീരെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്? ഇവിടെ CPM പ്രതിനിധി പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കുമ്പോൾ ഈ ഇന്ധനവില ഈ നിലയിൽ നിർത്താൻ വേണ്ടിയിട്ട്, അതായത് ഇന്ധനവില കൂടുന്നതിനും കുറയുന്നതിനും ഒരേപോലെ സമരം ചെയ്യുന്നവരാണ് കേരളത്തിലത്തെ ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ളവരെന്നുള്ള കാര്യം മറക്കരുത് അങ്ങ്. കാരണം ഈ GSTയുടെ കാര്യത്തിന്റെ ഈ ഇന്ത്യയിലത്തെ മൊത്തം സ്റ്റേറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 33 ആണോ 28 ആണോ 23 ആണോ എന്ന്. അതുകൊണ്ട് സ്റ്റേറ്റുകളുടെ എണ്ണം ഞാനും പറയുന്നില്ല. ഈ എതിർക്കുന്ന ഇന്ധനം GSTയിലേക്ക് കൊണ്ടുവരുന്നതിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തു എന്നൊരു ദുഷ്പേര് സമ്പാദിച്ച
കേരളത്തിന്റെ പ്രതിനിധിയാണ് താങ്കൾ. അതുകൊണ്ട് ഇന്ധനവിലയെ പറ്റിയിട്ട് താങ്കൾ കൂടുതൽ സംസാരിക്കരുത്. ബാക്കി താങ്കൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നു. എനിക്ക് നിഷാദ് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് രാജസ്ഥാനിലെ ഇന്ധനവില പറയാം. ഈ ചർച്ചയുടെ നികുതി എത്രയാണ്? രാജസ്ഥാനിലെ ഇന്ധനവില ഞാൻ പറയാം താങ്കളോട്. ഞാൻ ഇപ്പൊ ഈ പറയുന്ന താങ്കൾ സംസാരിക്കുമ്പോ നഖശികാന്തം എതിർക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു. അതൊരു സാമാന്യ മര്യാദ. സാമാന്യ മര്യാദ പാലിക്കൂ താങ്കൾ, പ്ലീസ്. അതായത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ത്യയിലെ 70% ആളുകൾ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളാണ്. അതായത് രാഷ്ട്രീയമാണ് അവരുടെ അന്നം, അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയത്തെ തൊഴിലാക്കിയവരാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ദീർഘവീക്ഷണവും കാര്യക്ഷമതയും ഇച്ഛാശക്തിയും ഇല്ലാത്ത ഒരു സർക്കാരിന്റെ ഭരണത്തിന് കീഴിലെ നമ്മൾ ഇതല്ല ഇതിനപ്പുറം എന്താ പ്രതീക്ഷിക്കാനുള്ളത്? മൊത്തം ആഭ്യന്തര ഉൽപാദനം 26% 2018 കിട്ടിയ വിവരാവകാശ നിയമപ്രകാരം 26-27% ഇടയില് ഇവിടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയില്, അതായത് 4 ഭാഗം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്ത്, അതിന് കേവലം $15 താഴെ വില വരുന്ന ഒരു രാജ്യത്ത് ബാക്കിയുള്ള 75% ഇറക്കുമതി ചെയ്യുമ്പോൾ അത് ജനോപകാരപ്രദമായ രീതിയിൽ അതിനൊരു വില നിശ്ചയിച്ച് നൽകാൻ പറ്റാതെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു സർക്കാരിൽ നിന്നാണോ നിങ്ങൾ ഈ വൈദ്യുത പ്രതിസന്ധിയും ഇപ്പൊ ഇവിടുത്തെ ഈ ഊർജ്ജ പ്രതിസന്ധിയും തീർത്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നത്? താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ BJP പ്രതിനിധി ശ്രീ വിഷ്ണു, ഈ മഴക്കാലവും ഈ മഴയൊക്കെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടായതാണോ? സ്വതന്ത്രാനന്ദ ഇന്ത്യയുടെ ചരിത്രത്തിലെ എനിക്ക് 61 വയസ്സുണ്ട്. 5 വയസ്സ് തൊട്ട് പത്രം വായിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഞാൻ കേട്ടിട്ടില്ല ഇത്തരത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യയിലുണ്ട് എന്നുള്ളത്. ഇതിനു മുമ്പ് ഭരിച്ച 13 മാസം ഭരിച്ചിട്ടുള്ള വാജ്പേയി സർക്കാരുണ്ട്, 9 മാസം ഭരിച്ചിട്ടുള്ള ഗുജറാത്ത് സർക്കാരുണ്ട്. ഇവരൊന്നും ഇത്തരത്തിലൊരു പ്രതിസന്ധി വരാതെ നോക്കാൻ കാരണം എന്താണെന്നറിയോ? അവർക്കൊക്കെ ദീർഘവീക്ഷണമുണ്ട്. ശ്രീ വിഷ്ണു CPM പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 20-21 ദിവസത്തേക്കുള്ള കൽക്കരി സ്റ്റോക്ക് ചെയ്യണമെന്നത് നമ്മുടെ ഒരു ലിഖിത നിയമമാണ്. ആ നിയമം പാലിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പോലും സാധിക്കാതെ രാജസ്ഥാനിൽ ഇപ്പോഴത്തെ പെട്രോൾ വില, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഇങ്ങനെ എടുത്തു പറയാണ്, താങ്കളോട് പറയാണ്, കോൺഗ്രസ്സുകാരനല്ല. ഇപ്പൊ താങ്കൾ കുറച്ചു കഴിഞ്ഞാൽ പറയും എയർ ഇന്ത്യ വിറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ഗതികേടിലേക്കാണ് താങ്കൾ ഇവിടെ കുതിരം തർക്കിക്കുന്നത്. താപ വൈദ്യുത നിലയങ്ങളൊന്നും പൂട്ടിയിട്ടില്ല. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന എല്ലാ പൂള് പ്രകാരമുള്ള എല്ലാ വൈദ്യുതിയും നൽകുന്നുണ്ട്. എന്ത് നുണയാണ്? 1000 നുണ പറഞ്ഞിട്ട് ഒരു ഗീബൽസിയൻ തന്ത്രം കൊണ്ടൊക്കെ ഇത്തരം ചർച്ചകളിലൂടെ ചർച്ച കഴിഞ്ഞിട്ട് താങ്കൾക്ക് പോവാം. പക്ഷെ യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാൻ സാധിക്കുമോ? അപ്പോ നിങ്ങൾക്ക് ഇതിൽ പറ്റിയിട്ടുള്ള അബദ്ധം എന്താ വെച്ചാൽ ദീർഘവീക്ഷണത്തിന്റെ കുറവ്. മഴ ആദ്യമായിട്ടൊന്നുമല്ല, കഴിഞ്ഞ കൊല്ലം അതിന്റെ മുമ്പത്തെ കൊല്ലം UPA സർക്കാർ ഭരിക്കുമ്പോഴും വാജ്പേയി സർക്കാർ ഭരിക്കുമ്പോഴൊക്കെ മഴ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വാജ്പേയി സർക്കാരിനുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ BJP സർക്കാരിൽ നിന്നും വിഭിന്നമായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും തരണം ചെയ്യാതെ അദ്ദേഹം ഭരിച്ചു. അതിനു മുമ്പ് ഭരിച്ച പ്രധാനമന്ത്രിമാർക്കും അതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് അത്തരത്തിലുള്ള കഴിവുകളില്ല. അതിന്റെ ഗതികേടാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, നാക്ക് കൊണ്ടിട്ട കെട്ട് പല്ലുകൊണ്ട് അഴിക്കാൻ പറ്റാത്ത ഗതികേടിലാണ് ഇന്ത്യയിലെ ഇന്നത്തെ ജനങ്ങൾ. യെസ്, BA പ്രകാശ്, നോക്കൂ, ഇതിപ്പോ ഇന്ധനവില വർധന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൽ തന്നെ ഡീസൽ വില അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 100 രൂപ കടന്നിരിക്കുകയാണ്. ഡീസൽ വില വർധന വെറും ഡീസൽ വിലയുടെ വർധനയല്ല, അത് സമസ്ത മേഖലകളെയും സ്വാധീനിക്കാൻ, ആഘാതമേൽപ്പിക്കാൻ ശേഷിയുള്ള ഒന്നാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ സാധാരണക്കാരന്റെ ബജറ്റിനെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഏത് നിലയ്ക്ക് പരിക്കേൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിനാശം ഈ വില വർധനവിലൂടെ, ഈ പറഞ്ഞ ഷോർട്ടേജിലൂടെയൊക്കെ സർക്കാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അല്ല, ഇവിടെ ഇപ്പോ 2 വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം ഇപ്പോൾ ഈ ഇന്ധന വിലയെക്കുറിച്ചാണ്. എന്നാൽ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം ഞാൻ പറയാം. നമ്മൾ ഈ തരത്തിലുള്ള ചർച്ച നടത്തുമ്പോൾ, വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ച നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ കൂടുതൽ വസ്തുനിഷ്ഠമായിട്ട് അല്ലെങ്കിൽ ഫാക്ട്സിന്റെ വെളിച്ചത്തിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ഊഹക്കണക്കോ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളോ വെച്ചിട്ട്, കാരണം ഇപ്പോ സാധാരണഗതിയിൽ നടക്കുന്ന ചർച്ചകളെല്ലാം പേടി ന്യൂസും
അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് മാധ്യമങ്ങളിൽ ഏതാണ്ട് 90% നിലനിൽക്കുന്നു എന്നുള്ള വളരെ മോശകരമായിട്ടുള്ള ഒരു സ്ഥിതി ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ വസ്തുതകളുടെ വെളിച്ചത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പൊ കോവിഡ് മൂലം നമ്മുടെ രാജ്യവും ലോകം മുഴുവനും വലിയ ഒരു തകർച്ച നമ്മൾ നേരിടുന്നു. ആ തകർച്ച, അതായത് കഴിഞ്ഞ ഒരു 10-70 വർഷക്കാലത്തിന്റെ ഇടയിൽ ലോകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച, ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച, ഈ സാമ്പത്തിക തകർച്ച ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന വിലയിൽ വലിയൊരു വർധന വരുത്തിയിരിക്കുന്നത്. ഇപ്പോ 1-2 കണക്കുകൾ നോക്കൂ. LPG ഗ്യാസിന്റെ വില, അതായത് കഴിഞ്ഞ ഡിസംബറിൽ 603 രൂപയായിരുന്നത് ഇപ്പോ ഏതാണ്ട് 894 രൂപയായി എന്ന് പറയുമ്പോൾ 48% വർധന. ഇന്ധന, ഇത് LPG ഗ്യാസിന്റെ വിലയാണ്. പെട്രോളിന്റെ വില, അതായത് 83 രൂപ ജനുവരിയിൽ 83 അല്ലെങ്കിൽ 84 രൂപയായിരുന്നത് ഇപ്പൊ 100 കവിഞ്ഞു നിൽക്കുന്നു. ഡീസലിന്റെ വില ഈ ജാനുവരിയിൽ 77.9 രൂപയായിരുന്നു, ഇപ്പൊ ഏതാണ്ട് 100 കവിഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇതിൽ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും, പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചെറിയ വിലക്കയറ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ്ഘടനയുടെ എല്ലാ മേഖലയിലും ഇൻഫ്ലേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം എല്ലാ മേഖലയും ഈ ഡീസലും അല്ലെങ്കിൽ പെട്രോളും മറ്റു ഇന്ധനവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ലോകം മുഴുവനും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ജനങ്ങളെ തൊഴിൽ നഷ്ടപ്പെട്ട് വളരെ തകർച്ച നേരിടുന്ന ഒരു സാഹചര്യത്തിൽ, ഉള്ള തൊഴിലെല്ലാം നഷ്ടപ്പെടുകയും വരുമാനമില്ലാതെ നമ്മൾ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഡീസലിന്റെയും പെട്രോളിന്റെയും അതോടൊപ്പം തന്നെ വാചകത്തിന്റെയും വിലയിൽ വലിയൊരു വർധനവ് വരുത്തി നമ്മുടെ ജനതയെ വലിയ തോതിലുള്ള ഒരു ദുരിതത്തിലാക്കുന്നു, നമ്മുടെ സമ്പദ്ഘടനയെ പൂർണ്ണമായിട്ട് തകർക്കുന്നു. ഇത് എന്തോ എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ഇത് എന്ത് രാഷ്ട്രീയമാണ് എന്ന് ഗൗരവമായിട്ടുള്ള ഒരു ഇഷ്യൂ ഞാനിവിടെ റേസ് ചെയ്യുന്നു. വേറൊരു കാര്യം, ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും വിലയില് അധികവും പിന്നീട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് ചുമത്തുന്ന നികുതിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പെട്രോളിന്റെ വിലയിൽ ഏതാണ്ട് 44%, ഇത് ജനുവരിയിലുള്ള ഒരു കണക്കിനെ വെച്ചിട്ടാണ്. അതായത് ഉൽപ്പന്ന വില ഏതാണ്ട് ഒരു 44 രൂപ വരും, 100 രൂപയായിരിക്കുമ്പോൾ കേന്ദ്ര നികുതികളെല്ലാം കൂടെ ഒരു 33 രൂപ വരും. സംസ്ഥാന നികുതികൾ ഏതാണ്ട് 23 രൂപയോളം വരും. അപ്പൊ ഇതാണ് പെട്രോളിന്റെ 100, അതായത് 100 രൂപ വിലയുള്ള പെട്രോളിന്റെ പകുതിയിലധികവും നികുതിയാണ്. ഡീസലിന്റെ വിലയായാലും ഏതാണ്ട് അതോടൊപ്പം തന്നെയാണ്. 43 രൂപയാണ് ഒരു ഉൽപ്പന്ന വിലയാണെങ്കിൽ ബാക്കി മുഴുവനും 32 രൂപ കേന്ദ്രത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ 17 ആണ്. എന്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ നികുതിയിൽ ഒരു കുറവ് വരുത്തിയിട്ട് ഈ കോവിഡ് കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല? ഇവിടെ കേന്ദ്രം, ഇപ്പോ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കുറ്റം പറയും, കേന്ദ്രം സംസ്ഥാനത്തിന് കുറ്റം പറയും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും വാദഗതികൾ ഉണ്ടായി പ്രശ്നം ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ പ്രശ്നത്തിനെ നശിപ്പിച്ചിട്ട് ഒഴിയുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. കേന്ദ്ര സർക്കാരും സംസ്ഥാന അതായിക്കോട്ടെ, എന്നാലും ഈ കേന്ദ്രം കുറച്ചാൽ സ്വാഭാവികമായും കേരളത്തിനും കുറയുമല്ലോ. കേന്ദ്രം കുറച്ചാൽ കേന്ദ്രത്തിനും കുറയും. അതിന് ഒന്നാമത്തെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ ആൾ കേന്ദ്രമാണ്. പിന്നെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി എന്നൊരു സംഗതിയുണ്ട്. കേന്ദ്രത്തിന് മാത്രമല്ലേ വിഹിതം, കേരളത്തിനില്ലല്ലോ, സംസ്ഥാനങ്ങൾക്കില്ലല്ലോ. അതിലല്ലേ ഇപ്പോ ഭൂരിഭാഗം വർധന ഉണ്ടായത്. ഇപ്പൊ അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ. അതായത് സംസ്ഥാന സർക്കാർ പെട്രോളിന് ഏതാണ്ട് 23 രൂപയുടെ പിന്നെ സെയിൽ ടാക്സും അഡീഷണൽ സെയിൽ ടാക്സും കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഡീസലിന് ഏതാണ്ട് ഒരു 17 രൂപ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതിലെന്താ ഒരു കുറവ് വരുത്തിയാൽ എന്താ കുഴപ്പം? സംസ്ഥാന എന്തിനാണ് വേണ്ടാത്തൊരു കീഴ്വഴക്കം എന്തിനാണ് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത്? കേന്ദ്രം കാരണമാണ് ഈ വില കൂടുന്നത് എന്ന യാഥാർത്ഥ്യം നിൽക്കെ നമ്മുടെ ആകെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നെല്ലാം കോംപ്രമൈസ് ചെയ്ത് കേന്ദ്രത്തിന്റെ ഇമേജ് നന്നാക്കി കൊടുക്കണോ? അല്ലല്ല, കേന്ദ്രത്തിന്റെ ഇമേജ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ കേന്ദ്രവും കുറയ്ക്കണം, സംസ്ഥാനവും കുറയ്ക്കണം. എന്താ സംസ്ഥാനവും കേന്ദ്രവും ഇപ്പോ ഉള്ള ടാക്സിന്റെ കണ്ടന്റിൽ ഒരു 3 കുറച്ചാൽ എന്താ കുഴപ്പം? അല്ല, കുറയ്ക്കട്ടെ, നികുതി ഘടനയിൽ തന്നെ മാറ്റം വരുത്തട്ടെ കേന്ദ്രം. എന്തോ കേന്ദ്രത്തിൽ പൊക്കാൻ വേണ്ടി പറയുന്നു. നികുതി ഘടന ആകെ തന്നെ കുറയ്ക്കട്ടെ കേന്ദ്രം എന്ന നിലയിലെ നമ്മൾ എടുക്കേണ്ടത്. 2 കൂട്ടരും കുറയ്ക്കട്ടെ, 2 കൂട്ടരും കുറയ്ക്കട്ടെ. കേന്ദ്രം വിചാരിച്ചാൽ 2 കൂട്ടർക്കും കുറയുമല്ലോ. കേന്ദ്രമാണ് കുറയ്ക്കേണ്ടതെന്ന് മാത്രമാണ് പറയുന്നത്. അല്ലല്ല, ഇത് 2 കൂട്ടരും കുറയ്ക്കട്ടെ, അല്ലെങ്കിൽ ഇത് GSTക്ക് വിടട്ടെ.
ആ തരത്തിൽ ജനത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് ഈ പെട്രോളും ഡീസലും വരട്ടെ. ശരി, ബി ജെ വിഷ്ണു, ഈ വില എന്തുകൊണ്ട് കൂടുന്നു, അല്ലെങ്കിൽ സർക്കാർ എന്തുകൊണ്ട് അഡീഷണൽ എക്സൈസ് ടാക്സ് കുറയ്ക്കുന്നില്ല എന്നും ചോദിക്കുന്നില്ല. എന്തായാലും വില 104 രൂപയിൽ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ 102, 103 എത്തി ഇപ്പോ ഡീസലിന്റെ വില. ബിജെപിയോട്, കേരളത്തിലെ ബിജെപിയോട് ചോദിക്കുകയാണ്, ഇവിടെ ഇപ്പോ ഈ ബസ് ചാർജ് വർധന നടക്കട്ടെ, അരിക്കും തക്കാളിക്കും സവാളയ്ക്കും ഒക്കെ വില കൂടിക്കോട്ടെ എന്നതാണോ നിങ്ങളുടെ ഒരു ലൈൻ? കാരണം ഫ്യൂവലിന്റെ പ്രൈസ് എന്തായാലും ഇത്രയും കൂടിയല്ലോ. അപ്പോൾ മറ്റ് സംഗതികൾക്കും മറ്റ് സർവീസസിനുമൊക്കെ പൈസ ആവശ്യം പോലെ കൂട്ടുന്നതിൽ ബിജെപിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? നിഷാദെ, ഉത്തരം പറയുമ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വയ്ക്കാനിട്ടെ, ഇടയ്ക്ക് ഇടപെടരുത്. ശ്രീ ഹരിദാസ് സാറ് പറഞ്ഞതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ എല്ലാ അർത്ഥങ്ങളും ചെന്നു നിൽക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിലാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടടക്കം 8-10 മണിക്കൂറാണ് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പവർ കട്ട് ഉണ്ടായിരുന്നത്. ഈ ഊർജ്ജ പ്രതിസന്ധിക്ക് രാജ്യത്ത് പരിഹാരം കണ്ടത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇപ്പോൾ പവർ സർപ്ലസ് ആയിരുന്നല്ലോ രാജ്യം. അപ്പോഴൊന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ ഊർജ്ജ നയത്തിൽ യാതൊരു പ്രശ്നവുമില്ല. UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ മികച്ചതായിരുന്നു. UPA സർക്കാരിന്റെ ഭാഗമായിരുന്നല്ലോ ഇടതുപക്ഷം. എന്ത് ഇടതുപക്ഷം അത് അംഗീകരിക്കാത്തത്? നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കൂടംകുളത്ത് നിന്ന് കേരളത്തിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നുണ്ടല്ലോ. ഈ കൂടംകുളത്ത് ഈ വൈദ്യുതി നിലയം, ആണവ നിലയം പ്രവർത്തിക്കാൻ നടന്നപ്പോൾ എന്തെല്ലാം സമരങ്ങളാണ് ഇടതുപക്ഷം രാജ്യത്തും തമിഴ്നാട്ടിലും നടന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പോയി അച്യുതാനന്ദനെ, പ്രതിപക്ഷ നേതാവിനെ അവിടുന്ന് തിരിച്ചയക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുതിയ പദ്ധതി വരുമ്പോൾ അതിനെ ഏത് വിധേനയെ തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നയമാണ്. കാരണം ഈ രാജ്യം വികസിക്കാൻ പാടില്ല, പുതിയ മേഖലകളിൽ ഉത്പാദനങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ളത് ഒരു നയമാണ്. കേരളത്തിലെ കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ സ്ഥിതി ഇപ്പോൾ എന്താണ്? അത് അടച്ചുപൂട്ടിപ്പോയില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളാണ് കേരളത്തിൽ LDF ഉണ്ടായത്. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനല്ലേ രാജ്യം മുഴുവൻ സോളാർ പ്ലാന്റുകൾ വെച്ചത്. ലോകത്തിന് വലിയ രീതിയിൽ ഇന്ത്യ മുന്നേറിയില്ലേ? കേരളത്തിൽ എന്ത് മുന്നേറ്റം സോളാർ പവർ പ്രോജക്റ്റിലുണ്ടായി? കേരളത്തിൽ സോളാറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ നാണക്കേടാണ് എന്നുള്ള വിഷ്ണു പറയുന്നു. കൂടംകുളമാണോ പദ്ധതി? എങ്ങനെ വന്നതാണ്? കൊണ്ടുവന്നത് ആരാണ്? നരേന്ദ്രമോദി കൊണ്ടുവന്നതാണോ അതോ അടൽ ബിഹാരി വാജ്പേയി കൊണ്ടുവന്നതാണോ? ഞാൻ ചോദിക്കട്ടെ, അല്ല എതിർത്തത് പറയണം. അതെ, അല്ല ഞാൻ പറയട്ടെ, കൂടംകുളം പദ്ധതി ഇവിടെ തകർക്കാൻ വേണ്ടി ഇടതുപക്ഷം എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി, ഏതെല്ലാം രീതിയിൽ നടത്തി. സമരം ചെയ്യാൻ അച്യുതാനന്ദനെ പോയില്ലേ? അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അതിനെ തകർക്കാൻ അനുവദിച്ചില്ല, അതെല്ലാം പൂർത്തീകരിച്ചു. കേരളത്തിലെ വൈദ്യുത മന്ത്രി തന്നെ ഇന്ന് പറഞ്ഞല്ലോ, ഇന്നലെ സ്വകാര്യ ടെലിവിഷനിൽ അരുൺകുമാർ ഇരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ പുതിയ പദ്ധതികളൊന്നുമില്ല, അതുകൊണ്ട് കേരളത്തിൽ ഉത്പാദിക്കുന്ന വൈദ്യുതിയിൽ ജലവൈദ്യുത പദ്ധതിയിൽ ഉണ്ടാകുന്ന ചെറിയ ഏറ്റക്കുറച്ചുകൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ വൈദ്യുതി വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമായി അരുൺകുമാർ ഇരുന്ന ചർച്ചയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ യാതൊരുവിധ പദ്ധതിയും പുതുതായി സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 6 വർഷമായി എടുക്കുന്ന നിലപാടുകളാണ്. ഒരു പുതിയ എനർജിയും കണ്ടെത്താൻ കഴിയുന്നില്ല, അത് വികസിപ്പിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഇത്തരത്തിലൊരു മിസ്മാനേജ്മെന്റിൽ നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് BJPയുടെയും നരേന്ദ്രമോദിയുടെയും തലയിൽ വെക്കാനാണ് ശ്രമമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കള്ളം പറഞ്ഞുകൊണ്ട് കേരളത്തെ കുറിച്ച് പറയുന്നു. കറണ്ട് ഇവിടെ പോയിട്ടില്ല, പോയത് വേറെ സ്ഥലത്താണ്. കറണ്ട് പോയ സ്ഥലങ്ങളിൽ ഗുജറാത്ത് ഉണ്ട്, കറണ്ട് പോയ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഉത്തർപ്രദേശ് ഉണ്ട്. അപ്പൊ അവിടേക്ക് എന്താ പറ്റിയത്? കറണ്ട് ഇപ്പോഴിവിടെ പോയിട്ടില്ല. അല്ല, കേരളത്തിലാകെ വേണ്ട വൈദ്യുതിയിലെ 70% കേന്ദ്ര പൂളിൽ നിന്ന് മറ്റിടത്ത് ഇതിലാണ് കിട്ടുന്നത്. കേരളത്തിൽ നമ്മളിവിടെ ഇപ്പോ നമ്മുടെ ആഭ്യന്തര ഉത്പാദനം പീക്കിലെത്തിച്ച് നിർത്തിയിട്ട് ഇവിടെ മാനേജ് ചെയ്യുകയാണ്. മോളിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും അത് കിട്ടാത്ത സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇരുട്ടിക്കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഉത്തർപ്രദേശുണ്ട്, ഹരിയാനയുണ്ട്, അതിൽ ഈ പറഞ്ഞ ഗുജറാത്തിൽ ഇവിടെ പോയിട്ടില്ല. കേരളത്തെ ആക്ഷേപിക്കാൻ സമയമായില്ല. കേരളത്തെ ആക്ഷേപിക്കാൻ സമയമായില്ല. 100% വൈദ്യുതി കേരളത്തിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. അല്ലല്ലോ, കേരളത്തിൽ 100% വൈദ്യുതി ഒന്നും ഉത്പാദിപ്പിക്കുന്നില്ല. 70% മറ്റ് പൂളുകളിൽ നിന്നാണ്. സംസ്ഥാനത്തിന്റെ വിഹിതം 30%. അതുകൊണ്ട് 30% ഉള്ള സംസ്ഥാനമല്ല ശരിയായി ചെയ്യുന്നു. 70% ചെയ്യുന്ന കേന്ദ്രം എന്തോ വലിയ പാതകം ചെയ്യുന്നു. പവർ ഗ്രിഡിനെ കുറിച്ചല്ല മുൻ തോമസ് ഐസക് പറഞ്ഞുകൊണ്ടല്ലോ, പവർ ഗ്രിഡ് ഒരുമിച്ച് വൈദ്യുതി ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത ഇതെല്ലാം തകർന്നു പോകും. അപ്പൊ ഇത്തരം മണ്ടത്തരങ്ങളും മിസ്മാനേജ്മെന്റും ഒക്കെ ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. അതിന് മോദിയെയും പ്രതിക്കൂട്ടിൽ ഉത്തർപ്രദേശിൽ വൈദ്യുതി കിട്ടാത്തത്, ഗുജറാത്തിൽ കിട്ടാത്തത്, ഹരിയാനയിൽ കിട്ടാത്തത്, തമിഴ്നാട്ടിൽ കിട്ടാത്തത്, അതിനെക്കുറിച്ച് പറ.
നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെയൊന്നും സർപ്ലസ് പ്രതിസന്ധി ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ആണെങ്കിൽ ഇവിടെ ഇത് പറ. പ്രതിസന്ധിയില്ല. നിങ്ങൾ സർപ്ലസ് ആണെങ്കിൽ സൃഷ്ടിച്ചതാണ്. 16 നിലയങ്ങൾ പൂട്ടിപ്പോയി രാജ്യത്തെ എന്ന വൈദ്യുതി കാര്യം ഇപ്പോഴും വിഷ്ണു സർപ്ലസ് ആണ് വായിക്കുന്നില്ല. നിഷാദേ. നിങ്ങൾ വിഷ്ണു സൃഷ്ടിക്കുന്ന കയ്യിൽ വാർത്തകളാണ്. ഇരിക്കുന്ന ഫോൺ ഈ എടുത്ത് സംസ്ഥാനത്തൊന്നും വിഷ്ണു യാതൊരു കയ്യിൽ ഇരിക്കുന്ന വൈദ്യുതി ഫോൺ എടുത്തിട്ട് ക്രൈസിസും ഇല്ല. ഗൂഗിൾ ചെയ്ത് നോക്ക്. ക്രൈസിസ് എത്ര ഇല്ല നിലയങ്ങൾ നിഷാദേ. പ്രതിസന്ധിയിലാണെന്ന ഇല്ല, കാര്യം. ക്രൈസിസ് വിഷ്ണു ഇല്ല. ഞാൻ 5 നിങ്ങൾ സമയം സൃഷ്ടിച്ച തരാം. വാർത്തകൾ മാത്രമാണ്. വിഷ്ണു 5 യാതൊരുവിധ മിനിറ്റ് സമയം ക്രൈസിസും തരാം. ഇല്ല. വിഷ്ണു ആ എനിക്ക് ഫോൺ എടുത്തിട്ട് നോക്കണ്ട. എത്ര നിലയങ്ങൾ ക്രൈസിസിലാണെന്ന് ഏതൊക്കെ നിലയങ്ങൾ ഊർജ്ജ പ്രൊഡക്ഷൻ പ്രതിസന്ധിയുമായി സ്റ്റോപ്പ് ചെയ്തു ബന്ധപ്പെട്ട് വായിച്ചു നോക്ക്. അവിടെയൊന്നും വൈദ്യുത പ്രതിസന്ധികളില്ല. അവർക്ക് ആവശ്യമുള്ള വൈദ്യുതി നൽകാമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇല്ലാത്ത പ്രശ്നത്തെ ചെറിയൊരു കാര്യത്തെ എവിടെയും കറണ്ട് പോയിട്ടില്ല. ശ്രമമാണ് എവിടെയും കറണ്ട് പോയിട്ടില്ല. സർക്കാർ. കറണ്ട് എവിടെയും ഞാൻ പോയിട്ടില്ല. ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണല്ലോ കേരളത്തിലെ വിഷ്ണു, ഞാൻ ചോദിച്ചത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും കറണ്ട് കിട്ടില്ല. ഞാൻ പറഞ്ഞത് രാജസ്ഥാനും ഹരിയാനയും ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ പവർ കട്ടുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത് നമ്മുടെ മുൻപിലുള്ള വസ്തുതാപരമായ വിവരമാണ്. വിഷ്ണു വെറുതെ തർക്കിക്കില്ല. വിഷ്ണു ഇത് മോശമാണ്. വിഷ്ണു ഇത് മോശമാണ്. വസ്തുതകളെ താങ്കൾക്ക് ആ കാര്യം അറിയില്ല എന്ന് സമ്മതിക്കണം. 3 സംസ്ഥാനങ്ങൾ പവർ കട്ട് മുന്നറിയിപ്പ് നൽകി എന്നത് നമ്മുടെ മുമ്പിലുള്ള വസ്തുതാപരമായ വിവരമാണ്. അതിൽ വിഷ്ണു അത് വായിച്ചിട്ടില്ല. വിഷ്ണു അതേക്കുറിച്ച് ജ്ഞാനമില്ല. അതില്ലാതെ നേരത്തെ പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോ എയർ ഇന്ത്യ വിറ്റിട്ടില്ല എന്ന് താങ്കൾ പറയും. ഗുജറാത്തിന് ലഭിക്കുന്നില്ല എന്നുള്ള വാദം എങ്ങനെ ശരിയാണ്? കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നെങ്കിൽ കേരളത്തിന് അടക്കം കിട്ടാതാകട്ടെ. വിഷ്ണു ഹരിയാനയും രാജസ്ഥാനും ഉത്തർപ്രദേശും ഹരിയാനയ്ക്ക് പവർ കട്ട് മാത്രമില്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ ഇല്ലയോ? അല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ വർഷവും ഈ സമയത്ത് പവറിന്റെ കുറവ് ഉണ്ടാകാറുണ്ട്. ഇതൊരു യാഥാർത്ഥ്യം. അത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. കാരണം ഈ മാസങ്ങളിൽ കൽക്കരിയുടെ ഉത്പാദനത്തിലുണ്ടാകുന്ന കുറവുണ്ട്. കൽക്കരി പാടത്ത് മഴവെള്ളം ഉണ്ടാകുന്നു, മറ്റ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഒരു ഊർജ്ജ പ്രതിസന്ധി ഇല്ല നിഷാദേ. ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന് നോക്കൂ, നരേന്ദ്രമോദി സർക്കാർ ഒരു കാര്യം കൂടി ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എന്തായാലും ഇന്ധനവില നികുതി ഘടന പരിഷ്കരിക്കാൻ അല്പമൊന്ന് താഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ മാത്രം എടുക്കുന്ന സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതാണ് ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുന്നത്. അതൊട്ടും കുറയ്ക്കാൻ സർക്കാർ സന്നദ്ധമല്ല. GST ഒക്കെ കുറെ സമയമെടുക്കുന്ന പ്രോസസ് ആണല്ലോ. കേരളം മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങൾ അക്കാര്യത്തിൽ വിയോജിപ്പുമായ രംഗത്തുണ്ട്. അതുകൊണ്ട് GST കുറിച്ച് പറയാം. ഞാൻ ചോദിക്കുന്നത്, വില എന്തായാലും പെട്രോളിനും ഡീസലിനും കൂടുകയാണ്. BJPക്ക് ഒരു വിയോജിപ്പും അതിനോടില്ല. മാക്സിമം കൂടട്ടെ എന്ന് വിചാരിക്കുന്നു താങ്കൾ അടക്കമുള്ള ആളുകൾ. ഞാൻ ചോദിക്കുന്നത്, അരിക്കും തക്കാളിക്കും സവാളയ്ക്കും ഒപ്പം ഈ പാവപ്പെട്ട ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അവരൊക്കെ കൂട്ടുന്നതിൽ വല്ല വിയോജിപ്പും ഉണ്ടോ? വിഷ്ണുവിനുണ്ടോ എന്ന് ചോദിക്കാൻ. അരിക്ക് വില കൂടുന്നതിൽ പ്രശ്നമുണ്ടോ? ഇനിയിപ്പോ തക്കാളിക്ക് വില കൂടുന്നതിൽ പ്രശ്നമുണ്ടോ? എണ്ണയ്ക്ക് വില കൂടുന്നതിൽ പ്രശ്നമുണ്ടോ? ഇനി പ്രൈവറ്റ് ബസ്സിൽ കയറുന്നതിന് മിനിമം ചാർജ് കൂട്ടാൻ, ഓട്ടോറിക്ഷയുടെ പൈസ കൂട്ടുന്നതിലൊക്കെ വല്ല വിയോജിപ്പും BJPക്കോ യുവമോർച്ചയ്ക്കോ ഉണ്ടോ? ഇന്ധനവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രം പറഞ്ഞത് GSTയിൽ പെടുത്താം. ഉടനെ കേരളത്തിലെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചല്ലോ, ഞങ്ങൾ GSTയിൽ പെടുത്തുന്നതിനെ ശക്തമായി എതിർക്കും, ഞങ്ങൾക്കിത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. എന്നാൽ കേരളത്തിൽ ഒരു സമ്മതിക്കുകയുമില്ല. ഒറ്റ ഒരാളുടെ മാത്രമല്ല, സംസ്ഥാനങ്ങളുമായി രമ്യതയിലെത്തിയാണ് GSTയിൽ വിഷയങ്ങൾ കാണുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. ബാലഗോപാലാണ് ഈ രാജ്യത്തെ ഇന്ധനവില വർധനയ്ക്ക് ആധാരശില എന്ന നുണ നിങ്ങൾ ദിവസങ്ങളായി പറയുന്നുണ്ട്. അത് ശരിയല്ല. താങ്കൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം, അല്ലെ ഞാൻ പറയട്ടെ. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. KN ബാലഗോപാൽ ഒരാൾ സമ്മതിച്ചാൽ ഈ രാജ്യത്തെ ഇന്ധനവില വർധന പരിഹരിക്കപ്പെടുമോ? ഒറ്റ ഒരാൾ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞിട്ട് GSTയിൽ പെടുത്താൻ കേന്ദ്രം തയ്യാറപ്പോൾ അസന്നിഗ്ധമായി കേരളം എതിർത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എതിർത്തു വന്നു. GSTയെ സംബന്ധിച്ചോളം പെട്രോൾ വില 100% GST ഏർപ്പെടുത്തിയാൽ എതിർക്കുന്നുണ്ടോ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അവസാനത്തെ GST കൌൺസിൽ യുപിയുടെ നിലപാട് പറഞ്ഞു. അവിടുത്തെ ധനകാര്യമന്ത്രി പറഞ്ഞു എതിർക്കുന്നു. യു പി എതിർത്തതായി ഏത് ബൈറ്റാണുള്ളത്, ഏത് വിഷയിലാണുള്ളത്? നിങ്ങൾ പറയണം. UP എതിർത്ത് എവിടെയാ പരസ്യമായി പറഞ്ഞത്? UP എതിർത്തെന്ന് പരസ്യമായി പറഞ്ഞോ? ഏത് സർക്കാരിന്റെ പ്രതിനിധി പറഞ്ഞു? അതോ മുഖ്യമന്ത്രി പറഞ്ഞോ? ഇല്ലല്ലോ, അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. GSTയിൽ പെടുത്തിയാൽ 100% ഇന്ധനത്തിൽ വില കുറയും. പക്ഷെ സംസ്ഥാനങ്ങളുമായി ഒരു രമ്യതയിലെത്തി മാത്രമേ GSTയിൽ വില ഉൾക്കൊള്ളിക്കുള്ളൂ. കാരണം സ്വാഭാവികമായി GSTയിൽ പെടുത്തുമ്പോൾ സാമ്പത്തിക നഷ്ടം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ. അപ്പോൾ രമ്യതയിലെത്തി മാത്രമേ GSTയിൽ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുകയുള്ളൂ. എല്ലാ വിഷയങ്ങളിലും GST പെടുത്തിയത് അത്തരത്തിൽ സംസ്ഥാനങ്ങളുമായി യോജിച്ച തീരുമാനമാണ് GST കൌൺസിൽ എടുക്കുന്നത്. അല്ലാതെ മറ്റ്
നിയമ നടപടി പോലെയല്ല എല്ലാ സംസ്ഥാനങ്ങളുടെയും. കാരണം ഇത് സാമ്പത്തിക ഇന്ധനവില പ്രശ്നമല്ല. ഇത് രാഷ്ട്രീയ കുറയാത്തതിന് വിഷയമല്ല. സാമ്പത്തിക വിഷയമായി തന്നെ അവരെ മാത്രമായി കുറ്റം പറയണ്ട. ഇത് ഈ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടും പ്രശ്നമാണെന്നാണ്. നിഷാദ്, ഇവിടെ ഒരു പാർട്ടിയുടെ ആയിട്ടാണല്ലോ മറ്റേ വിഷ്ണു വന്നിരിക്കുന്നത്. ആ പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി വസ്തുതകൾ മറച്ചു വെക്കരുത്. നമ്മുടെ മുന്നിലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. കഴിഞ്ഞ 2 ദിവസമായി ഈ രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട മികച്ച ചർച്ചകൾ, ഇപ്പൊ മന്ത്രിസഭാ ഉപസമിതി തന്നെ യോഗം ചേരണമെങ്കിലും അത്ര ഗൗരവപരമായിട്ടുള്ള വിഷയമാണ് അത് എന്നതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ അതെല്ലാം ഈ പ്രേക്ഷകർ, നിരവധി ആളുകൾ ഇത് കാണുന്നുണ്ട്. ഈ പ്രതിസന്ധിയെക്കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയുള്ള ജനങ്ങൾ, ഈ പ്രേക്ഷകർ ഈ ചർച്ച കാണുമ്പോൾ ഇത്ര നിരുത്തരവാദപരമായി ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കരുതെന്നാണ് ആദ്യം പറയാനുള്ളത്. എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ദേശസാൽക്കരണം പൂർത്തീകരിച്ച് നമ്മുടെ രാജ്യത്തിന്റേതായ പൊതു സ്വത്തുക്കളെ സ്വകാര്യ മേഖലയിലേക്ക് വീണ്ടും വിറ്റഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരണം. ഇപ്പോ അതാണ് ഈ ചർച്ചയിൽ ഊന്നൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ 400ഓളം റെയിൽവേ സ്റ്റേഷനുകൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 150ഓളം ട്രെയിനുകൾ വിൽക്കാൻ തീരുമാനിച്ചു. വിമാനത്താവളങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ ഒരു സ്വന്തമായ ഒരു എയർലൈൻസ് ഉണ്ടായിരുന്നത് വിൽക്കാൻ തീരുമാനിച്ചു. തുറമുഖം വിൽക്കാൻ തീരുമാനിച്ചു. ഈ ഗ്യാസ് പൈപ്പ് ലൈനുകൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രതിസന്ധി 42,300 സർക്യൂട്ട് കിലോമീറ്റർ വൈദ്യുതി പ്രസരണ ലൈനുകൾ ഈ NMPയുടെ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിന്റെ ഭാഗമായി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഇതൊന്നും വിൽപ്പനയല്ല, പക്ഷെ നിശ്ചിത തുക നിശ്ചയിച്ച് കൊടുക്കുകയാണ് നിശ്ചിത വർഷത്തേക്ക്. അതിനല്ലേ നാട്ടിൽ വിൽപ്പന എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതെങ്ങനെ തരണം ചെയ്യാം? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് എന്താണ് ഇപ്പൊ പ്രതിസന്ധി തരണം ചെയ്യാൻ ബുദ്ധിമുട്ട് എന്താണ്? ഏതെല്ലാം ഈ കൽക്കരി പാടങ്ങളിൽ കൽക്കരി സ്റ്റോക്ക് ഉണ്ടെന്നുള്ള കണക്ക് ഗവൺമെന്റിന്റെ കയ്യിലില്ല. പ്രൈവറ്റ് മുതലാളിമാരുടെ കയ്യിലേ ഉള്ളൂ. വിദേശത്തു നിന്ന് കൽക്കരി ഇറക്കുമതി ചെയ്ത് പ്രവർത്തിക്കുന്ന താപനിലയങ്ങളിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്? കണക്ക് ഗവൺമെന്റിന്റെ കയ്യിലില്ല. പണ്ടായിരുന്നെങ്കിൽ അത് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്നു. കൃത്യമായി ഇതെല്ലാം മോണിറ്റർ ചെയ്തിരുന്ന കൊയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. കൃത്യമായി ഗവൺമെന്റിന് ഒരു ഏജൻസിയിൽ നിന്ന് തന്നെ, പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കണക്കെടുത്ത് പരിശോധിക്കാമായിരുന്നു. അപ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് ഈ പ്രൈവറ്റൈസേഷന്റെ ദുരന്ത ഫലങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നിർമ്മല സീതാരാമൻ GST കൌൺസിലിന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ GSTയിൽ പെട്രോളും ഡീസലും ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായം ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളോട് കൺസിഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് പരിശോധിച്ചു, പരിഗണിച്ചു, വേണ്ടെന്ന് വെച്ചു. കേന്ദ്രം ഒരിക്കലും GSTയിൽ പെട്രോൾ ഡീസൽ വിലയെ ഉൾപ്പെടുത്താൻ തയ്യാറല്ല. ഇപ്പൊ വിഷ്ണു പറയുന്നത് കേരളത്തിന്റെ ഒരു മന്ത്രിയാണ് ദേശീയ തലത്തിൽ RSSന്റെ BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നയം തീരുമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന രൂപത്തിലാണ് പറയുന്നത്. ആര് വിശ്വസിക്കും ഇത്? ഇവിടെ 29 സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും GSTയിൽ പെട്രോളും ഡീസലും ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുകയാണ്. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും എതിർക്കുകയാണ്. എന്താണ് കാരണം? ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നതെല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യം, അതവിടെ നിൽക്കട്ടെ, ₹1.40. പിന്നെ സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ട്, കേന്ദ്രം ഈടാക്കുന്നതാണ്. 11 രൂപയാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഈടാക്കുന്നത്. സെസ്സും സർചാർജും ₹20.50. അപ്പൊ ₹31.50 ഈ GSTയിൽ പെട്രോളിന്റെ വില ഉൾപ്പെടുത്തിയാലും ഈടാക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെസ് ഈടാക്കുന്നതും സർചാർജ് ഈടാക്കുന്നതും കേന്ദ്രമാണ്. അത് GSTയുടെ പരിധി വരില്ല. അപ്പൊ അതായത് ഇത് 31 മാറ്റിവെച്ചാൽ പിന്നെ 70 രൂപയാ വില. ആ 70 രൂപ വരുന്ന വിലയെ GSTയിൽ ഉൾപ്പെടുത്തിയാൽ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിഹിതം പകുതിയായി കുറയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കേന്ദ്രത്തിന്റെ വിഹിതത്തിൽ ഒരു കുറവുമില്ല. അതുകൊണ്ട് കേന്ദ്രം ഇപ്പോൾ GSTയിൽ ഉൾപ്പെടുത്തിയാൽ ഒരു നഷ്ടവും വരുന്നില്ല, ഒരു വിലയിലും കുറയില്ല. കാരണം ഈ സർചാർജും സെസ്സും അവർ ഈടാക്കുന്നിടത്തോളം കാലം 90-ൽ തന്നെ വില നിൽക്കും. ചെറിയ വ്യത്യാസം മാത്രമേ വരുള്ളൂ. കേരളത്തിന്റെ സ്ഥിതി എന്താ? 5 മഹാപ്രതിസന്ധി വന്നില്ലേ? ഓഖി ദുരന്തം, നിപ വൈറസ്, 2018 പ്രളയം, 19 പ്രളയം, ഇപ്പൊ കോവിഡ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ഏക വരുമാന മാർഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ഒന്ന് പെട്രോളിന്റെ നികുതിയും അതുപോലെ തന്നെ മദ്യത്തിന്റെ നികുതിയും. അപ്പൊ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടെന്ന് ഈ 23 രൂപ ഈടാക്കുന്ന നികുതിയിൽ 22 രൂപ ഈടാക്കുന്ന നികുതിയിൽ കുറവ് വരുത്താൻ കഴിയില്ല. പെട്ടെന്ന് ഭാവിയിൽ അത് ആലോചിക്കേണ്ടി വന്നതാണെങ്കിൽ ആലോചിക്കും. ഇവിടെ നമുക്കറിയാം രാജസ്ഥാൻ അടക്കം മധ്യപ്രദേശ് അടക്കം സംസ്ഥാനങ്ങൾ ഈടാക്കുന്ന നികുതിയിൽ ഏറ്റവും കുറവ് ഈടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കൂടുതൽ നികുതി ഈടാക്കുന്ന പഞ്ചാബ് അടക്കം പുറത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ GSTയിൽ ഉൾപ്പെടുത്തുന്ന വിഷയം ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാരേണ്ട. ഇവിടെ അന്യാധീനമായി കേന്ദ്രം ഈടാക്കുന്ന സർചാർജും സെസ്സും എല്ലാം പിൻവലിച്ച് അവർ പറഞ്ഞല്ലോ 50 രൂപയിൽ താഴെ പെട്രോളും ഡീസലും കൊടുക്കും ഞങ്ങൾ. 2014 കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറായ
പിന്നെ കർണാടകയും മധ്യപ്രദേശും ഹരിയാനയും ഗുജറാത്തും പോലെയുള്ള UP-യും പോലെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇപ്പോ ഇത് GSTയുടെ പരിധിയിൽപ്പെടുത്തുന്നതിനോട് വിയോജിപ്പുള്ള സംസ്ഥാനങ്ങളാണ്. അവരവരുടെ നിലപാട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതുമാണ്. അതില്ല എന്ന് വിഷ്ണു പറയാനാണ്. അതില്ല എന്ന് വാശി പിടിച്ച് അദ്ദേഹം നിൽക്കാനാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇപ്പോ വസ്തുത സമ്മതിപ്പിക്കാൻ വലിയ പ്രയാസവുമാണ്. MK ഹരിദാസ്, പെട്രോളിനും ഡീസലിനും ഒക്കെ 100 രൂപ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും 100 പരിസരത്ത് എന്ന നിലയിലേക്ക് നമ്മളൊക്കെ ആകെ ഒന്ന് യൂസ്ഡ് ആയിട്ടുണ്ടോ? വലിയ പ്രശ്നമൊന്നും തോന്നാത്ത വിധം ഈ നാട്ടിൽ ഇങ്ങനെയാണ്. നമുക്കൊരു 100 രൂപ കൊടുത്താലാണ് 1 ലിറ്റർ പെട്രോൾ കിട്ടുക, ഡീസൽ കിട്ടുക എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ യൂസ്ഡ് ആയി എന്നത് കേന്ദ്ര സർക്കാരും ആ നിലയ്ക്ക് പ്രയോജനപ്പെടുത്തുക. ശ്രീ ഹരിദാസ്, താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരത്തിന് പറഞ്ഞതിന് മുമ്പ് 2 കാര്യങ്ങൾ ശ്രീ വിഷ്ണു മനസ്സിലാക്കുക. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. ഞാൻ ആരാന്നറിയുവോ? നിങ്ങൾ പറയുന്ന നികുതികളെല്ലാം അടയ്ക്കുന്ന, നിങ്ങൾ 100 രൂപയിലെത്തിച്ച് ഡീസൽ യാതൊരു മടിയും കൂടാതെ വാങ്ങുന്ന, നിങ്ങളുടെ നുണ പറയുന്ന പ്രധാനമന്ത്രി 50 ദിവസം കഴിഞ്ഞാൽ എന്നെ കത്തിച്ചോളൂ എന്ന് പറയുന്നത് വിശ്വസിച്ച ഒരു സാധാരണ നികുതിദായകനാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മറ്റാരേക്കാൾ കൂടുതൽ, രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ ജനങ്ങളുടെ വേദന എന്നത് എന്റെ കൂടെയായി കണ്ടിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. രാജസ്ഥാനിലെ പെട്രോളിന്റെ വില അന്വേഷിക്കൽ എന്റെ പണിയല്ല. രാജസ്ഥാനിലെ സർക്കാർ കേരള സർക്കാർ ചെയ്തതുപോലെ വില കുറയ്ക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിനെ എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിഷാദ്, ഇവിടെ ജീവിക്കാൻ വയ്യാത്ത ചുറ്റുപാടാണ്. ഇവിടെ പച്ചക്കറിക്കടയിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഓട്ടോറിക്ഷകൾ വിളിക്കാൻ, ഓട്ടോറിക്ഷകൾക്ക് തോന്നിയ റേറ്റാണ് ഇവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പലചരക്ക് കടയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ 35 രൂപ ഉണ്ടായിരുന്നു എന്ന് പാക്കറ്റിൽ എഴുതി വെച്ച സാധനം നമ്മൾ ചെല്ലുമ്പോഴാണ് അവർ ആ സ്റ്റിക്കർ മാറ്റിയിട്ട് അതിനെ 38 രൂപയാക്കുന്നത്. ഇത് വിൽപ്പനക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ 100% കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് നമുക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ. ഞാനൊരു കച്ചവടക്കാരനാണ്, BJP പ്രതിനിധി ശ്രീ വിഷ്ണു. എനിക്കിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ഓർഡറുകളൊന്നും എടുക്കണ്ട, ഇവിടെ 8 മണിക്കൂർ പവർ കട്ടാണ്. ഈ സംഗതിനെയാണ് താങ്കൾ ഇരുന്നിട്ട് ഈ എതിർക്കുന്നത്. എവിടെയാണ് പവർ കട്ടുള്ളത്? പവർ കട്ടിന് കാരണം കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി കിട്ടാത്തത് കൊണ്ടാണെന്നാണ് തൊട്ടടുത്ത് ഒരു ഫോൺ കോൾ പോലെ നമുക്ക്. നിഷാദ്, താങ്കളുടെ സംസാരത്തിന് തടസ്സപ്പെടുത്തുന്നതിൽ താങ്കൾ അസ്വസ്ഥനായില്ലേ? എങ്ങനെ തടസ്സപ്പെടുത്താതിരിക്കുക? വസ്തുതകളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. വിലക്കയറ്റം കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ഒരു അരക്ഷിതാവസ്ഥയാണ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത്. ഏതൊരു രാജ്യത്ത് ഇന്ധനക്ഷാമവും ഇന്ധനത്തിന്റെ വില കുതിച്ചു കയറലും ഊർജോൽപാദനത്തിന്റെ തടസ്സവും നേരിടുന്നോ ആ രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഒരു പൊതുവായ തത്വം. ആ തത്വം മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാർ നിങ്ങൾ BJP-ക്കാർ മാത്രമാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതിനെക്കുറിച്ച് ബോധമുണ്ട്. ഇനി താങ്കൾ GST കൌൺസിലിന്റെ ആ ബഹുമാന്യതയെക്കുറിച്ച് വളരെയധികം വാചാലനായി. GST കൌൺസിൽ ഉണ്ടാക്കിയത് BJP സർക്കാരല്ല, UPA സർക്കാരാണ്. GST കൌൺസിലിന്റെ കാര്യത്തില് നിങ്ങൾ ഇത്ര പിടിവാദം പിടിക്കുന്നില്ലേ? ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ട് ഇവിടെ CPM-ന്റെ വക്കീലാണ് ഇരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം? ഞാൻ വക്കീലല്ല, എനിക്കൊരു സാമാന്യ വിദ്യാഭ്യാസമേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സുപ്രീം കോടതി വിധിയെ ഇന്ത്യൻ പാർലമെന്റിന് ചോദ്യം ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ആ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സംസ്ഥാനങ്ങൾ GST-യെ എതിർക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുടന്ത ന്യായം മുന്നോട്ട് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പാർലമെന്റില് ഈ ബില്ല് പാസാക്കിയിട്ട് ഞങ്ങളുടെ കേന്ദ്രത്തിന്റെ നയം ഇതാണ്, ഞങ്ങൾ ഇതിനെ GST-യിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്തിനാണ് എതിർക്കാൻ പറ്റുക? നിഷാദ് ചോദിച്ച ചോദ്യം പോലെ തന്നെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ BJP ഇവിടുത്തെ GST കൌൺസിലിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണോ? വസ്തുതകൾ മറച്ചുവെച്ച് സംസാരിക്കരുത്. വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. രാജ്യം അരക്ഷിതാവസ്ഥയിലാണ്. ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ കുറച്ചും കൂടി താങ്കളുടെ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചെടുക്കും, താങ്കളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്. ഊർജോൽപാദന പ്രശ്നത്തെക്കുറിച്ച് താങ്കൾക്ക് യാതൊരുവിധ അറിവുമില്ല. പക്ഷേ ഇന്ധനവില വർധനവിനെ കുറിച്ച് താങ്കൾക്കും അതിയായ ഉത്കണ്ഠയുണ്ട്. താങ്കൾക്കത് ഇഷ്ടമല്ല. പക്ഷെ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് താങ്കളോട് വന്നിരുന്ന് സംസാരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയല്ല. കാരണം ഞാൻ PVC പൈപ്പ് വിൽക്കുന്ന ഒരു ഡീലറാണ്. താങ്കൾ മനസ്സിലാക്കണം, 2019 ജൂൺ മാസം തൊട്ടിട്ട് നാളിതുവരെ കൂടിയിരിക്കുന്നത് 218% വില.
അതായത് 100 രൂപയ്ക്ക് 1 മീറ്റർ പൈപ്പ് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് 318 രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് 10 കൊല്ലം ഭരിച്ച UPA സർക്കാരാണെന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ഇവിടെ ഇരുന്ന് തർക്കിക്കാം. അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലാന്ന്. ഇത് ഇവിടെ 7 കൊല്ലം ഭരിച്ച BJP സർക്കാരിന്റെ മോദിയുടെ ഭരണ വൈകല്യം കൊണ്ട് സംഭവിച്ച കാര്യമാണെന്ന് എടുത്തു പറയാതിരിക്കാൻ നിർത്തിയില്ല. നിഷാദ് ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രാവശ്യം കൂടി ഉത്തരം പറയുകയാണ്. ഇവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമായി ഡോക്ടർ ബി. എ. പ്രകാശ് ആ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം പൗരന്റെ ബൈയിങ് കപ്പാസിറ്റി എന്തുമാത്രമുണ്ട്. ഇപ്പൊ BJP അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത്രയും പൈസ കൂട്ടിയാൽ അത് വാങ്ങാൻ ശേഷിയുള്ള ആളുകളാക്കി ഇവിടുത്തെ ആളുകളെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ ഭരണം മാറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പൊ ആളുകളെ യൂസ്ഡ് ആക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിയാണല്ലോ. 100 രൂപയിലേക്ക് വില കൊണ്ടുവരിക, 100 രൂപ കൊടുത്താലാണ് 1 ലിറ്റർ പെട്രോൾ കിട്ടുക, 109 കൊടുത്താലാണ് 1 ലിറ്റർ ഡീസൽ കിട്ടുക, അല്ലെങ്കിൽ പെട്രോൾ കിട്ടുക എന്നതിലേക്ക് ഒരു സൈക്കോളജിയിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, അംഗീകാരത്തിലേക്ക്, സ്വയം അത് അംഗീകരിക്കുന്നതിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നത് സർക്കാർ പയറ്റുന്ന ഒരു തന്ത്രമാണെന്ന് തോന്നുന്നു. അതങ്ങനെ സ്മൂത്തായി പോകുമോ, അതോ അത് ഈ പറഞ്ഞ സ്ട്രാറ്റജി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ടോ? കാരണം അത്ര ദുർബലമാണ് നമ്മുടെ നിലവിലെ നമ്മുടെ സമ്പദ്ഘടനയുടെ ഹെൽത്ത്. അല്ല, നമ്മുടെ ഈ ചർച്ചയെ പറ്റി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോ പിന്നീട് ശ്രീ നിഷാദ് മോഡറേറ്റ് ചെയ്യുന്നു, ബാക്കി ഞങ്ങള് അഭിപ്രായം പറയുന്നു. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം. അഭിപ്രായത്തെ ബാക്കിയുള്ള ആളുകൾ മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അപ്പോൾ പക്ഷെ ഓരോരുത്തർക്കും അഭിപ്രായം പറയാനായിട്ടുള്ള കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ പരിധി വിട്ട് ഇടപെടാതിരിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചർച്ചയിൽ എനിക്ക് നിലപാടുണ്ടെന്നാണ് ഇതിനകത്തൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്. ശ്രീ ബി. എ. പ്രകാശ്, ഈ ചർച്ചയിൽ നമുക്ക് നിഷ്പക്ഷമായി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന നിലയല്ല. ഈ കൂട്ടുന്ന വില അന്യായമാണെന്നും അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്നും ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട്, ഉള്ള നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന അല്ല. കേന്ദ്ര സർക്കാർ കുറച്ച് നിഷ്കളങ്കമാണ്, ഇതിനകത്ത് പകുതി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് സംസ്ഥാനമാണ് എന്ന ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ക്ലൈമാക്സ് ഈ ചർച്ചയ്ക്ക് ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധം നിശ്ചയമായുമുണ്ട്. അത് ഞാൻ തുറന്നു പറയട്ടെ. അല്ല, നിങ്ങൾ മോഡറേറ്ററാണ്. മോഡറേറ്റർ എന്ന് പറയുമ്പോൾ പിന്നീട് ഒരു റെഫറിയുടെ റോളിൽ നിൽക്കണം. അല്ലാതെ ഒരു പക്ഷം പിടിച്ചോ അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ട് മോഡറേറ്ററാണ്, റഫറിയുടെ റോളിൽ നിൽക്കണം. പക്ഷെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, ശരിയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയാൽ അത് ശരിയല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ട ബാധ്യത എനിക്കില്ലേ? ഇല്ലേ? അല്ല നിഷാദെ, 1-2 കാര്യങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ പരിധി വിട്ട് അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇവിടെ TV ഉണ്ടായ കാലം മുതലേ ഇവിടെ ചർച്ചയ്ക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. 10-20 വർഷമായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. ചർച്ച ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ തരത്തിൽ പറയുന്നതൊക്കെ. വേറെ കാര്യം, ഇവിടെ നമ്മുടെ ഈ പെട്രോൾ ഡീസലിന്റെ വിലയെ പറ്റിയാണല്ലോ നമ്മളിപ്പോ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്റെ ഒരു നിലപാട്, അതിരൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക തകർച്ച ഈ കോവിഡ് മൂലം രാജ്യം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ലോകം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗൾഫിൽ നിന്ന് പകുതിയുള്ള ആളുകൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വലിയൊരു പ്രതിസന്ധി. ഈ പ്രതിസന്ധി കാലത്ത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ തൊഴിൽ നഷ്ടപ്പെട്ടവരെയും അതോടൊപ്പം തന്നെ മറ്റ് ദുരിതം അനുഭവിക്കുന്നവരെയും അവരെ സഹായിക്കുക, അതോടൊപ്പം തന്നെ എക്കോണമി റിവ്യൂ ചെയ്യുക എന്നുള്ള ഒരു നയത്തിൽ പോകുന്നതാണ് ഒരു നല്ല ഒരു നയം എന്ന് ഞാൻ കാണുന്നു. പക്ഷെ ആ തരത്തിലുള്ള ഒരു നയത്തിലല്ല ഈ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും പോകുന്നു എന്നുള്ള ഒരു നിലപാടാണ് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത്. അതായത് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരസ്പരം പറയാതെ അവർ ഓരോരുത്തരും ഒരു 3% കുറച്ചിരുന്നുവെങ്കിൽ ഈ സ്ഥിതിഗതികൾ കുറെ കൂടെ മെച്ചമാകും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ പെട്രോൾ ഡീസൽ വർധനവിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്താണ്? 1-2 കണക്കുകളിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ കേരളത്തിൽ എത്ര വാഹനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ 141 ലക്ഷം വാഹനങ്ങളുണ്ട്. അതിൽ 92 ലക്ഷം വാഹനങ്ങള് സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ ബൈക്കാണ്. ഈ സ്കൂട്ടറും മോട്ടോർ ബൈക്കും ഓടിക്കുന്ന ആളുകൾ ഇവിടുത്തെ വലിയ കാശുകാരാണോ? വളരെ സാധാരണക്കാര് നിത്യജീവിതത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളാണ്. അവരുടെ മേൽ ഇത്രയും വലിയൊരു ഭാരം ഏൽപ്പിച്ചാൽ ഉണ്ടാക്കുന്ന സ്ഥിതിഗതികൾ എന്താണെന്ന് നോക്കൂ. കേരളത്തിൽ ഏതാണ്ട് 7 ലക്ഷത്തോളം ഓട്ടോറിക്ഷകളുണ്ട്. ഈ ഓട്ടോറിക്ഷകളിൽ ഓടിച്ച് ജീവിക്കുന്ന ആളുകളെ നോക്കൂ. ഈ ഓട്ടോറിക്ഷയിൽ കയറി യാത്ര ചെയ്യുന്ന ആളുകളെ നോക്കൂ. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏതാണ്ട് ഈ ഗുഡ്സ് വെഹിക്കിൾ ഏതാണ്ട് 5 ലക്ഷത്തോളം ഉണ്ട്. ഈ തരത്തിലുള്ള ഇന്ധന വില വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്?
ചുരുക്കത്തില് ഈ ഇന്ധന വിലയിൽ ഇത്രയും വലിയ വർധന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു തകർച്ച വലിയ വിഭാഗം ജനങ്ങൾക്കുണ്ടാകുന്നു, സമ്പദ്ഘടനയുടെ വലിയൊരു തകർച്ച ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ഒരു എക്കണോമിസ്റ്റ് എന്നുള്ളതിൽ ഞാൻ കാണുന്ന ഇത് വളരെ അപകടമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എപ്പോഴാണ് ഈ കോവിഡ് കാലത്ത് ഇത്രയും വലിയ തകർച്ച ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ. അതിന്റെ ഉത്തരവാദികൾക്ക് തിരുത്താനുള്ള ബാധ്യത നിശ്ചയമായുണ്ട്. കാരണം അത്ര വലിയ ആഘാതം സാധാരണ ജീവിതത്തിന് അത് ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. എനിക്ക് മറ്റു രണ്ട് അതിഥികളിലേക്ക് ഒരിക്കൽ കൂടി വരാൻ നിവൃത്തിയില്ല, എന്റെ സമയം എക്സിലാണ്. ദയവായി ക്ഷമിക്കുക, വീണ്ടും നമുക്ക് ഈ വിഷയത്തിൽ നിശ്ചയമായും ഇരിക്കേണ്ടി വരും. നന്ദി ശ്രീ BG വിഷ്ണു, ഒപ്പം തന്നെ ശ്രീ അരുൺകുമാർ, ശ്രീ BA പ്രകാശ്. ശ്രീ BA പ്രകാശ്, താങ്കൾക്ക് ഈ കാര്യത്തിൽ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ എന്റെ ഖേദം പ്രകടിപ്പിക്കുന്നു. ഒപ്പം ശ്രീ ഹരിദാസ്, ഈ ചർച്ചയുടെ ഭാഗമായതിന് നന്ദി.